നമസ്കാരം. സംസ്ഥാനത്ത് കാലവർഷം എത്തി. ജൂൺ 3 വരെ വ്യാപകമായി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കേരളത്തിൽ ഇന്നും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 14 ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടാണ്. പടിഞ്ഞാറൻ പ്രദേശങ്ങളിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത. അടുത്ത ഒരാഴ്ച ശക്തമായ മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന് കർശന നിർദ്ദേശമുണ്ട്. കനത്ത മഴയിൽ സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാവുകയാണ്. ചേർത്തല പള്ളിപ്പുറത്ത് വെള്ളക്കെട്ടിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു. ഇടത്തട്ടിൽ അശോകനാണ് മരിച്ചത്. 65 വയസ്സാണ്. റോഡിനോട് ചേർന്ന് പാടശേഖരത്തിൽ വീണാണ് അപകടമുണ്ടായത്. കൊച്ചിയിൽ ഇന്നലെ രാത്രി മഴ മാറി നിന്നത് ആശ്വാസമായി. കളമശ്ശേരിയിലും തൃക്കാക്കരയിലും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ചെറിയ അളവിൽ കുറഞ്ഞു വരികയാണ്. ജില്ലയിൽ നിലവിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. വിവിധ ക്യാമ്പുകളിലായി 116 പേരാണ് ആകെയുള്ളത്. വാഴക്കാല മേരിമാത സ്കൂളിലെ ക്യാമ്പിലാണ് കൂടുതൽ പേര്. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ വെള്ളം കയറിയ സ്ഥലങ്ങളിൽ രാവിലെയോടെ വെള്ളമിറങ്ങി. മഴ കുറഞ്ഞതോടെ പത്തനംതിട്ട ജില്ലയിൽ അപ്പർ കുട്ടനാട് മേഖലയിൽ ഉൾപ്പെടെ സ്ഥിതി ശാന്തമാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ പക്ഷേ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു. കനത്ത മഴയിൽ തൃശൂർ പെരിഞ്ഞനത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി. 20 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പെരിഞ്ഞനം ഗവൺമെൻറ് UP സ്കൂളിലാണ് ക്യാമ്പ് തുറന്നത്. 30 പേരാണ് ഈ ക്യാമ്പിലുള്ളത്. 10 കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി. ദേശീയപാതയുടെ 3 പീടിക ബൈപ്പാസ് കടന്നു പോകുന്ന പ്രദേശങ്ങളിലുള്ളവരാണ് കൂടുതൽ കുടുംബങ്ങൾ. അപ്പോൾ ഇതാണ് ഇന്നലത്തെ മഴയുടെ അവസ്ഥ. ഇനി ഇന്നത്തെ റിപ്പോർട്ട് അല്പം മുമ്പ് പറഞ്ഞല്ലോ, കേരളത്തിൽ കാലവർഷം എത്തിയെന്ന്. അപ്പോൾ എന്താണ് ഈ കാലവർഷം അഥവാ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ? അതായത് ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അനുഭവപ്പെടുന്ന കാറ്റിനെയും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന മഴയെയുമാണ് തെക്കു പടിഞ്ഞാറൻ കാലവർഷം, ഇടവപ്പാതി, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്നീ പേരുകളിൽ വിളിക്കുന്നത്. കേരളത്തിൽ പ്രധാനമായും 2 മഴ സീസണുകളാണുള്ളത്, കാലവർഷവും തുലാവർഷവും. ഇടവപ്പാതി എന്ന് പറയുന്നത് കാലവർഷത്തെയാണ്. ഇന്ത്യയിലെ കാർഷിക രംഗത്തെയും മറ്റും ഏറെ സ്വാധീനിക്കുന്ന ഈ കാലവർഷം ഇന്ത്യയിലെ കാലാവസ്ഥാ പ്രതിഭാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഭൂമധ്യരേഖയ്ക്ക് തെക്കുള്ള ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉത്തരേന്ത്യയുടെ ഭാഗത്തുള്ള ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള കാറ്റിൻ്റെ സഞ്ചാരമാണ് തെക്ക് പടിഞ്ഞാറൻ കാലവർഷക്കാറ്റ്. ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നും വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ വീശി തുടങ്ങുന്ന ഈ കാറ്റ് ഭൂമധ്യരേഖ കടക്കുമ്പോൾ വടക്ക് കിഴക്കൻ ദിശയിലേക്ക് തിരിയുന്നു. ഭൂമിയുടെ ഭ്രമണം മൂലമാണ് ഈ ദിശാഭ്രംശം ഉണ്ടാകുന്നത്. വടക്ക് കിഴക്കൻ ദിശയിൽ നിന്നും വീശുന്ന കാറ്റ് തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ നിന്ന് വരുന്നതായി അനുഭവപ്പെടുന്നതിനാലാണ് ഈ കാലവർഷത്തെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എന്ന് വിളിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇന്ത്യയുടെ അന്തരീക്ഷം ചൂട് പിടിച്ച് വായു മുകളിലേക്ക് ഉയരുകയും കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ വായു ഈ ഭാഗത്തേക്ക് തള്ളിക്കയറുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെത്തുന്ന നീരാവി നിറഞ്ഞ വായുവിന് പശ്ചിമഘട്ടം എന്ന വൻമതിൽ കടക്കുന്നതിന് അല്പം ഉയരേണ്ടി വരികയും ഈ ഉയർച്ചയിൽ വായുവിലെ നീരാവി തണുക്കുകയും മഴയായി പെയ്തിറങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെ ജൂൺ ആദ്യവാരം പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറുള്ള തീരപ്രദേശത്താണ് കാലവർഷമായി പൊട്ടിപ്പുറപ്പെടുന്നത്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷക്കാറ്റിന് 2 വഴികളുണ്ട്. ഒന്നാമത്തെ കൈവഴി നേരത്തെ പറഞ്ഞതുപോലെ അറബിക്കടലിൽ നിന്നും പശ്ചിമഘട്ടം വഴിയും, രണ്ടാമത്തേത് ബംഗാൾ ഉൾക്കടലിലൂടെ കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് കൂടുതൽ വടക്ക് ഭാഗത്തായി എത്തിച്ചേരുന്നു. കനത്ത മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശി അടിച്ചേക്കാവുന്ന കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ഉയർന്ന തിരമാല ജാഗ്രത നിർദ്ദേശവും കടലാക്രമണ സാധ്യതയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തെക്കൻ കേരള തീരം, ലക്ഷദ്വീപ് തീരം എന്നിവിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുകയാണ്. 3 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തുമെന്നായിരുന്നു നേരത്തെയുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കാലവർഷം കൂടി എത്തിയതോടെ സംസ്ഥാനത്ത് ഇനി മഴയ്ക്ക് ശമനമുണ്ടാകില്ല എന്ന് ഉറപ്പായി.